ഇൻവെൻട്രി മൊഡ്യൂളിൽ ഇൻവെൻട്രി ആൻഡ് ഐറ്റംസ് റിലേറ്റഡ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫോമുകളിൽ ഒന്നാണ് റേറ്റ് അപ്ഡേറ്റ്. ഈ ഒരു റേറ്റ് അപ്ഡേറ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് HOയിലുള്ള അല്ലെങ്കിൽ ബ്രാഞ്ചിലുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് HOയുടെ അക്കൗണ്ടിലിരുന്ന് തന്നെ നമുക്ക് ബ്രാഞ്ചിലുള്ള പ്രോഡക്ട്സിൻ്റെ ഓർ ഐറ്റംസിൻ്റെ എല്ലാം സെയിൽസ് റേറ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. റേറ്റ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് അപ്ഡേറ്റ് സെർച്ച് പേജാണ് ഓപ്പൺ ആകുന്നത്. ഈ ഒരു റേറ്റ് അപ്ഡേറ്റ് സെർച്ച് പേജിൽ നമ്മൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും റേറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഡാറ്റ ടേബിളിൽ കാണാം ഓരോ പ്രോഡക്റ്റ് അപ്ഡേറ്റ് ചെയ്ത പ്രോഡക്റ്റിൻ്റെയും ബാച്ച് ഡീറ്റെയിൽസ്, ബാർകോഡ്, ഓരോ റേറ്റ് അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ് ആൻഡ് ഓൾഡ് സെയിൽസ് റേറ്റ് ആൻഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ന്യൂ സെയിൽസ് റേറ്റ്, ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഇവിടെയുള്ള മെനൂസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഫിൽറ്റർ ഓപ്ഷനാണ്. ഫിൽറ്റർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റേറ്റ് അപ്ഡേറ്റ് സെർച്ച് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് വൈസ് റേറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ ബാച്ച് വൈസ്, ബ്രാഞ്ച് വൈസ് ഓർ ബൈ ഡേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. ബൈ ഡേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു സെർച്ച് ബാർ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സെർച്ച് ബാർ നമുക്ക് ബാർകോഡ് അല്ലെങ്കിൽ ബാച്ച് നെയിം എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ നെയിം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ആഡ് ന്യൂ റേറ്റ് അപ്ഡേറ്റ് എന്ന ഓപ്ഷനാണ്. ആഡ് ന്യൂ റേറ്റ് അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ റേറ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫോമാണ് ഓപ്പൺ ആവുന്നത്. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു റേറ്റ് അപ്ഡേറ്റിലുള്ള ഡീറ്റെയിൽസ് എല്ലാം എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഒരു ന്യൂ റേറ്റ് അപ്ഡേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആഡ് ന്യൂ റേറ്റ് അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ റേറ്റ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് അപ്ഡേറ്റിനുള്ള ന്യൂ ഫോമാണ് ഓപ്പൺ ആവുന്നത്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ ഇതിൽ നിന്നും നമുക്ക് വേണ്ട പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് അപ്ഡേറ്റ് ടു എന്ന ഓപ്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ HO ആൻഡ് HOയുടെ അണ്ടറിൽ വരുന്ന എല്ലാ ബ്രാഞ്ചസും കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് എല്ലാ ബ്രാഞ്ചിലും അതുപോലെ തന്നെ HOയിലും റേറ്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലേക്കോ അല്ലെങ്കിൽ HOയുടെ റേറ്റ് മാത്രമാണ് മാറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഓൾ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഷോ ബാച്ച് എന്ന ഓപ്ഷനാണ് വരുന്നത്. ഷോ ബാച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാ ബാച്ച് ഡീറ്റെയിൽസും ഇവിടെ ഓപ്പൺ ആവുന്നു. നമ്മൾ ഇവിടെ കാണാം ഓരോ പ്രോഡക്റ്റിൻ്റെയും എത്ര ബാച്ച് ഉണ്ടോ അത്രയും ബാച്ചസ് ആണ് നമുക്കിവിടെ വരുന്നത്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിനുള്ളത് 3 ബാച്ചാണ്. അതുകൊണ്ട് തന്നെ 3 ബാച്ച് വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം ബാച്ച് നെയിം, ബാർകോഡ്, MRP ആൻഡ് പർച്ചേസ് റേറ്റ്. ഇവിടെ നമുക്ക് സെയിൽസ് റേറ്റ് മാത്രമാണ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഏത് ബാച്ചിൻ്റെ റേറ്റ് ആണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റേറ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആവുന്നു. ഇവിടെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ കീസ് അവൈലബിൾ ആണ്. ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ കീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റേറ്റ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. റേറ്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് എല്ലാം സേവ് ചെയ്യാൻ സാധിക്കുന്നു. സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റേറ്റ് അപ്ഡേറ്റ് സെർച്ചിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ റേറ്റ് അപ്ഡേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ഡാറ്റ ടേബിളിൽ അവൈലബിൾ ആവുന്നു. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് റേറ്റ് അപ്ഡേറ്റ് എന്ന ഈ ഒരു ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.